Dear friends, ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഖജുരാഹോ ടെമ്പിൾ വിസിറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് എടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നടന്ന് ടെമ്പിൾ വിസിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ടുതന്നെ ഓട്ടോയും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊരു ഓട്ടോയിൽ കയറി. അതിനുശേഷം ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിയിൽ നമുക്ക് ടെമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കി കാണാം. അതൊരു ടെമ്പിളിൻ്റെ ടോപ്പ് പോർഷനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഖജുരാഹോ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് 25 ടെമ്പിൾസോളം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ എൻ്റർ ചെയ്തു. അവിടെ ചെന്നതിന് ശേഷം സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളകത്തേക്ക് കയറ്റിയത്. അതിനുശേഷം ചെന്ന് ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഫ്രഷ് ആവാമെന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീമും ഒക്കെ ആയിട്ട് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ എന്നെ കൂടുതലും അട്രാക്റ്റ് ചെയ്തത് ഇവിടുത്തെ ആ ഒരു നീറ്റ്നെസ്സും ഇതൊക്കെയായിരുന്നു. ടെമ്പിളിന് ഒരു എക്സ്ട്രാ ഭംഗിയുണ്ട്. കാരണം അതിലെ ആ കൊത്തുപണികളും ശില്പങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പക്ഷേ എനിക്കെന്തോ അതിൻ്റെ ചുറ്റുമുള്ള ആ പ്രകൃതിദത്തമായ കാഴ്ചകളോടായിരുന്നു താല്പര്യം. അങ്ങനെ പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളുടെ നാട് പോലെയല്ല. നമുക്ക് തന്നെ കയറാം. നമുക്ക് വെച്ചിരിക്കുന്ന പ്രതിഷ്ഠയിൽ കയറി തൊടാനൊക്കെ പറ്റുന്നൊരു അമ്പലമാണ്. എനിക്ക് തോന്നുന്നു പുറം നാട്ടിൽ മൊത്തം അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയില്ല. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററിപരമായ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയില്ല. നിങ്ങൾ ജസ്റ്റ് ആവശ്യമുള്ളൊരു ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോസ് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തുന്നുള്ളൂ. അപ്പം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചില ഭാഗങ്ങളൊക്കെ പൊട്ടിക്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തോ കൂടുതൽ ഹയർ സ്റ്റഡീസിനായിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നതാണെന്നാണ് കേട്ടത്. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടൊരു നെല്ലിക്കമരം നിൽക്കുന്നുണ്ടായിരുന്നു. പൊട്ടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. പിന്നെ എല്ലാം ഏകദേശം ഒരേ പാറ്റേൺ തന്നെയാണ്. അതിലെ ശില്പങ്ങളൊക്കെ തന്നെ പണിതിരിക്കുന്നത് ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇപ്പോൾ 25 ടെമ്പിളോളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിലിപ്പോൾ വലിപ്പ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി നോക്കുമ്പോൾ അതിലെ ആ ഒരു പണിതിരിക്കുന്ന രീതികളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അങ്ങനെ എല്ലാ ടെമ്പിൾസും വിസിറ്റ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയായി. കൂടുതലും പ്രതീക്ഷിച്ച മഹാദേവൻ്റെ ആയിരുന്നു. അങ്ങനെ തളർന്നു, ആകെ വയ്യാണ്ടായി. കാരണം നമ്മളെല്ലാ അമ്പലങ്ങളിലും കയറി കണ്ട് വന്നപ്പോഴേക്കും പിന്നെ അത്യാവശ്യം ചൂടുള്ളതുകൊണ്ട് തന്നെ ആകെ തളർന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ.